പറയുന്ന രീതിയിലൂടെ നിങ്ങളൊന്ന് പഠിച്ചു നോക്കുകയും വളരെ എളുപ്പമായിരിക്കും. കാരണം ഓരോന്നും ഓരോ സംഭവങ്ങളായിട്ട് കണക്റ്റഡാണ്. അതുപോലെ തന്നെ ഇപ്പം നോക്കിക്കോ, ഇപ്പം 1916 മലബാർ ജില്ലാ കോൺഗ്രസ് പ്രഥമ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ ആനി ബസന്റ്. ശരി, ഓക്കെ, ആനി ബസന്റ്. അപ്പോൾ നമ്മൾ ആ ഒരു ഫാക്റ്റ് അങ്ങനെ ഓർത്ത് വെക്കാനായിട്ട് ഉള്ള രീതി പഠിക്കുമായിരിക്കും. ശരിയാണ്. പക്ഷേ ഈ ആനി ബസന്റ് നോക്കിക്കേ, ആദ്യത്തെ പ്രഥമ സമ്മേളനമാണ്, ഒന്നാമത്തെ സമ്മേളനമാണല്ലേ. ഈ പ്രഥമ സമ്മേളനത്തിൽ ആനി ബസന്റിനെ കൊണ്ടുവരണമെങ്കിൽ ഒരു കാര്യം ഉണ്ടാവത്തില്ലേ? ഒരു ദേശീയ തലത്തിലുള്ള ഒരു നേതാവാണ് ആരെന്ന് പറയുന്നത്, ഈ ആനി ബസന്റ് എന്ന് പറയുന്നത്. ദേശീയ തലത്തിൽ ഒക്കെ ഭയങ്കര ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ അമരക്കാരിയാണ് ശരിക്കും ആനി ബസന്റ്. അപ്പോൾ ഇവരെ തന്നെ ഒന്നാമത്തെ സമ്മേളനത്തിൽ അധ്യക്ഷയായിട്ട് കൊണ്ടുവരുമ്പോൾ എന്താണ്, പ്രഥമ സമ്മേളനമാണ് കോൺഗ്രസിൻ്റെ. അതുകൊണ്ട് തന്നെ ഈ പാർട്ടി വെറും ചെറിയൊരു പാർട്ടിയല്ല, ദേശീയ തലത്തിൽ വരെ ഒരു റെക്കഗ്നൈസേഷൻ ഉള്ള ഒരു പാർട്ടിയാണെന്ന് അത് എല്ലാവരെയും ഒന്ന് അറിയിക്കാനും എല്ലാവരിലേക്കുമൊക്കെ ഒന്ന് ചെല്ലാൻ, ഈ പാർട്ടിയെക്കുറിച്ച് എല്ലാവരെയൊക്കെ ഒന്ന് അറിയണ്ടേ. അപ്പോൾ അതിനാണ് ആനി ബസന്റിനെ കൊണ്ടുവന്നുള്ള രീതിയിൽ നമുക്കൊന്ന് പഠിച്ചാൽ തീർച്ചയായിട്ടും ആനി ബസന്റിനെ ഓർമ്മിക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും, പെട്ടെന്ന് പറ്റും അല്ലേ. അല്ലാതെ ആ ഒരു ഫാക്റ്റ് എന്നുള്ള രീതി മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മറന്നുപോകും. ഇനി നോക്കിയാൽ രണ്ടാമത്തെ സമ്മേളനം നടന്നത് പാലക്കാടാണ്. നോക്കണേ, ആദ്യത്തെ സമ്മേളനം നടന്നത് പാലക്കാടാണ്. എന്നിട്ട് രണ്ടാമത്തെ സമ്മേളനത്തിൻ്റെ കാര്യം ഒന്ന് നോക്കി. ഇവിടെ 1917 രണ്ടാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നത് കോഴിക്കോടാണ്. നോക്കിയേ, ആദ്യം പാലക്കാട്, പിന്നെ കോഴിക്കോട്. അപ്പോൾ ഈ സ്ഥലത്തുനിന്ന് നേരെ പിന്നെ വന്നേക്കുന്നത് എങ്ങോട്ടാണ്, വേറൊരു പ്രധാനപ്പെട്ട സ്ഥലത്ത്, ഇച്ചിരി ഡിസ്റ്റൻസ് ഉണ്ടല്ലേ. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലേക്കും ഈ പാർട്ടി എത്തണം, എല്ലാവരിലേക്കും എത്തണം എന്നുള്ളൊരു കാഴ്ചപ്പാട് ഇതിനകത്ത് കാണത്തില്ലേ അല്ലേ. അതാണ് നമ്മളിവിടെ കാണേണ്ടത്. പിന്നെ അത് മാത്രമല്ല, ആദ്യത്തേത് ആനി ബസന്റ് വന്നു, ശരിയാണ്. രണ്ടാമത്തേത് CP രാമസ്വാമി അയ്യറാണ്, ഒരു പ്രാദേശിക നേതാവ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് അതിനിവിടെ കാണരുത്. സോ ഇങ്ങനെ ഈ ഒരു കോൺസെപ്റ്റിനെ പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പം തന്നെ നമുക്കൊരു ഐഡിയ കിട്ടി. 1916 ഒന്നാമത്തെ സമ്മേളനം, രണ്ടാമത്തെ സമ്മേളനം 1917, അതുപോലെ തന്നെ ആദ്യത്തെ നേതാവ് ആനി ബസന്റ്. ഈ രീതിയിൽ പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് കോൺസെപ്റ്റ് കിട്ടും അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് കുറച്ചുകൂടി 2-3 സമ്മേളനങ്ങളുണ്ട്, ആ കാര്യം കൂടെ ഞാനൊന്ന് പറയാം. ഓക്കെ, നമ്മളിപ്പോൾ രണ്ടാമത്തെ സമ്മേളനത്തിൻ്റെ പറഞ്ഞ് CP രാമസ്വാമിയാണ്. മൂന്നാമത്തെ സമ്മേളനം നടന്നത് 1918 ആസിം അലി ഖാനാണ്. അപ്പോൾ നമുക്ക് അതൊരു ജസ്റ്റ് ഒരു ഫാക്റ്റായിട്ടെന്നുള്ള രീതിയിൽ കണ്ടാലേ നമുക്ക് പറ്റത്തുള്ളൂ. മൂന്നാം മലബാർ കോൺഗ്രസ് സമ്മേളനം നടന്നത് തലശ്ശേരിയിൽ. അപ്പം അതപ്പോൾ ആ ഒരു ഫാക്റ്റ് അങ്ങനെ തന്നെ നമ്മൾ നോക്കുക. ഇവിടെ എല്ലാം നോക്കിക്കുക, പ്രാദേശിക നേതാക്കന്മാരാണ് വന്നേക്കുന്നത്. ആദ്യത്തെ സമ്മേളനത്തിൽ വന്നേക്കുന്നത് ആനി ബസന്റ് ഉണ്ടോ. മൂന്നാം മലബാർ കോൺഗ്രസ് സമ്മേളനം നടന്നത് തലശ്ശേരിയിൽ. അപ്പോൾ നമ്മൾ ഈ ആസിം അലി ഖാൻ അധ്യക്ഷനായിട്ടുള്ള സമ്മേളനമാണ് മൂന്നാം സമ്മേളനം കേട്ടോ, മൂന്നാം മലബാർ കോൺഗ്രസ് സമ്മേളനം. രണ്ടാമത്തെ ആരാന്ന് ഓർമ്മയുണ്ടോ, CP രാമസ്വാമി അല്ലേ.